ഹായ്, ഇന്നതാ ഇതേപോലെയുള്ള സ്പ്രേ പെയിന്റിന്റെ ഒഴിഞ്ഞ ബോട്ടിലുകൾ, ഇതേപോലെയുള്ള കുറേ ഒഴിഞ്ഞ ബോട്ടിലുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പല ആവശ്യത്തിനായിട്ട് വാങ്ങിയതിൻ്റെതാണ്. അപ്പോൾ ഒഴിഞ്ഞ കുറേ ബോട്ടിലുകളുണ്ട്. ആ ബോട്ടിലുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം, അതായത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ അത് നമ്മുടെ സ്പ്രേ പെയിന്റ് ബോട്ടിലുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മൂടികൾ അതായത് ഇതിൻ്റെ ടോപ്പ് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാ ബോട്ടിൽ നിന്നും മൂടി നമ്മൾ എടുത്തു മാറ്റി. ഇനി നമുക്ക് ഈ സ്പ്രേ ചെയ്യുന്ന ഭാഗം, അതായത് നമ്മൾ ആ അമർത്തുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് അതും മാറ്റിയെടുക്കാം. അപ്പോൾ അത് ഇതേപോലെ എല്ലാ ബോട്ടിലും നമുക്ക് ആ സ്പ്രേ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് എല്ലാ ബോട്ടിലിൻ്റെയും ആ സ്പ്രേ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിത് ഒരു 5 പീസ് നമ്മളിതാ ഇതേപോലെ നമ്മൾ റൗണ്ടിൽ നമ്മൾ ഇതേപോലെ അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചേരുന്ന ഭാഗത്ത് നമ്മളിതാ ഫെവിക്കോളിൻ്റെ വുഡ് ഫിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ മരത്തിൻ്റെ പൊടിയും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അത് സെറ്റാക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിത് തിരിച്ചു വെച്ചതിന് ശേഷം ആ ചേരുന്ന ഭാഗത്തൊക്കെ മരത്തിൻ്റെ പൊടി കൊടുത്ത് നമ്മൾ ഈ ഗമ്മു അപ്ലൈ ചെയ്ത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. നല്ല ബലത്തോടു കൂടി തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഒരു പീസ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അത് 5 ബോട്ടിലുകൾ വെച്ച് നമ്മൾ 2 പീസ് ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിത് രണ്ടും മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ 2 ബോട്ടിലുകൾ എടുത്തിട്ട് ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുഭാഗം, അത് ചേരുന്ന ഭാഗം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് തിരിച്ചും മറിച്ചും വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ പൊടി കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ബോട്ടിലുകൾ നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മൾ മറ്റൊരു ബോട്ടിൽ കൂടി എടുത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ അതും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 3 ബോട്ടിലുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ ഒരു പീസ് കൂടി നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് 3 ബോട്ടിലുകൾ വെച്ചിട്ട് നമ്മൾ 2 പീസ് ഇതേപോലെ ചെയ്തെടുത്തു. ഇനി ആ 2 പീസും നമ്മൾ ഇതേപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അത് തമ്മിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല ബലത്തോട് കൂടിയിട്ട് എല്ലാ ഭാഗത്തും പൊടി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ അത് 5 പീസുകൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ 2 പീസ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഇതേപോലെ 6 പീസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു പീസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ 2 റിംഗ് ആണ്. ഇത് നമ്മൾ എംബ്രോയിഡറി വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന റിംഗ് ആണ്. അത് നമ്മൾ ഇതേപോലെ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 പീസായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റിംഗ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഉള്ളിൽ വെച്ച് ടൈറ്റാക്കി എടുത്തതിന് ശേഷം നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് ഒരു പീസായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസും ഗം അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ ഈ 5 പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത ഈ പീസിന് മുകളിലേക്ക് നമ്മുടെ ആ റിങ് നമ്മൾ വെക്കുന്നുണ്ട്. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ അതായത് സ്ക്രൂ കൊടുത്തിട്ട് ഇത് എല്ലാ ബോട്ടിലേക്കും സ്ക്രൂ കൊടുത്ത് നമ്മളിത് നന്നായിട്ട് ഉറപ്പിച്ചെടുക്കുന്നു.
അപ്പോൾ അത് സ്ക്രൂ കൊടുത്ത് നമ്മൾ ബോട്ടിലേക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഗമ്മും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് എല്ലാ ബോട്ടിലും നമ്മൾ നെട്ടൊക്കെ അതായത് സ്ക്രൂ കൊടുത്ത് നമ്മൾ നന്നായിട്ട് അത് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ പീസിലും അതേപോലെ തന്നെ ആ റിങ് അതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 പീസിലും നമ്മൾ ആ റിങ് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ടൈറ്റ് ചെയ്യുന്ന ആ നെട്ട് ബോൾട്ട് ഭാഗം നമുക്ക് അയച്ച് മാറ്റാം. അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഈ 3 പീസ് കൂടി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അടിയിൽ നമ്മൾ 5 പീസിൻ്റെ ആ റൗണ്ട് പീസ് ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നടുഭാഗത്ത് നമ്മൾ ആ 6 പീസിൽ നമ്മൾ ചെയ്തെടുത്ത പീസ് വെച്ച് മുകൾ ഭാഗത്ത് മറ്റേ 5 പീസിൽ നമ്മൾ ചെയ്തെടുത്ത പീസും വെച്ചിട്ട് നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രൂ കൊടുത്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതാ ഒരു പീസിലേക്ക് ഇതേപോലെ ക്രോസായിട്ട് നമ്മൾ ഹോള് കൊടുത്തതിന് ശേഷം സ്ക്രൂ കൊടുത്ത് നന്നായിട്ട് എല്ലാ പീസിലേക്കും സ്ക്രൂ കൊടുത്ത് നന്നായിട്ട് നല്ല ടൈറ്റിൽ നമ്മളിത് ഉറപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു. ഒരു 2 സ്ക്രൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ക്രൂകളും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് അത് ബലപ്പെടുത്തി എടുക്കണം. അപ്പോൾ അത് 5 പീസിലേക്കും സ്ക്രൂ കൊടുത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് അത് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് അടുത്ത പീസ് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അതും ഫിറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് 2 ഭാഗത്തും നമ്മൾ അത് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു. പിന്നീട് നമ്മൾ ആ സ്ക്രൂ കൊടുത്ത ഭാഗത്തൊക്കെ നമ്മളൊന്ന് ഗമ്മു അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗോൾഡൻ കളറാണ് നമ്മൾ സ്പ്രേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് കയർ എടുക്കുന്നുണ്ട്. ഇത് നമ്മളിതിന് യോജിച്ച രീതിയിലുള്ള കളറ് തിരഞ്ഞെടുത്തതാണ് ഈ കയർ. അപ്പോൾ ഏത് രീതിയിലുള്ള കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് നമുക്ക് ഇതിൻ്റെ ഈ കാല് വരുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്തും മുകൾ ഭാഗത്തും അതേപോലെ തന്നെ അതിൻ്റെ നടുഭാഗത്തും നമ്മൾ കുറച്ച് അതായത് ഒരു 6-7 വരി നമ്മൾ ചുറ്റി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗം നമ്മൾ കയറ് ചുറ്റിയെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ നടുഭാഗത്തും കയറ് ചുറ്റിയെടുക്കണം. പിന്നെ നമുക്ക് മുകൾ ഭാഗത്തും ഇതേപോലെ തന്നെ കയറ് ചുറ്റിയെടുക്കണം. കയറ് ചുറ്റിയതിന് ശേഷം അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫെവിക്കോളിൻ്റെ ആ വുഡ് ഫില്ല് കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും കയറ് ചുറ്റിയെടുക്കാം. അപ്പോൾ അത് ആ മുകൾ ഭാഗത്ത് അടിഭാഗത്ത് എല്ലാം നമ്മൾ കയറ് ചുറ്റിയെടുത്ത് ഇനി നമ്മുടെ ആ റിങ് നമ്മൾ കൊടുത്ത റിങ്ങിലും നമ്മൾ കയറ് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തുള്ള റിങ്ങിലും നമ്മൾ ഇതേപോലെ കയറ് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയറ് ചുറ്റിയെടുക്കാനുള്ള ഭാഗത്തൊക്കെ നമ്മൾ കയറ് ചുറ്റിയെടുത്തു. നമ്മുടെ റിങ്ങിലൊക്കെ നമ്മൾ കയറ് ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്ത് നമ്മൾ ആ ബോട്ടിലും നമ്മൾ നടുഭാഗത്ത് നമ്മൾ കയറ് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി മുകൾ ഭാഗത്തെ ബോട്ടിലും നമുക്ക് ആ നടുഭാഗത്ത് കയറ് ചുറ്റിയെടുക്കണം. അപ്പം നടുഭാഗത്ത് ഒരു 5-6 വരിയാണ് നമ്മൾ ഈ കയറ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബോട്ടിലും നമ്മൾ അതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് അത് നന്നായിട്ട് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പ്രേ പെയിൻറ്റിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത സ്റ്റാൻഡ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡാണ്. ഇതൊക്കെ നമ്മൾ കയറൊക്കെ ചുറ്റി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒന്ന് നമുക്ക് ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെയുള്ള ഗ്ലാസ് നമുക്ക് വെച്ചിട്ട് അടിപൊളി ടീപ്പോയ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ട് ഒരു ടീപ്പോയ് ആയി നമുക്ക് കിട്ടും. ഇതല്ലാതെ ഈ ഗ്ലാസ് വെക്കുക അല്ലാതെ നമുക്ക് ഗ്ലാസ് അല്ലാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പ്ലൈവുഡോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഗ്ലാസുകളൊന്നും വെക്കാതെ പ്ലാന്റ് സ്റ്റാൻഡായിട്ട് നമുക്ക് ഇതേപോലെ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് സ്റ്റാൻഡായിട്ട് നമുക്ക് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ കഴിയും.
അപ്പോൾ നമ്മുടെ സ്പ്രേ പെയിന്റ് ബോട്ടിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ കിടിലൻ ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.